നമസ്കാരം, തേട ന്യൂസിലേക്ക് സ്വാഗതം. ഡിജിറ്റൽ ഇടപാടുകളുടെ വ്യാപനം കൂടുന്നതോടെ ഓൺലൈൻ തട്ടിപ്പുകളും ഗണ്യമായി ഉയരുന്ന സാഹചര്യത്തിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുതിയ സുരക്ഷാ മാർഗങ്ങൾ പരിഗണിക്കുന്നതായി റിപ്പോർട്ടുകൾ. പ്രത്യേകിച്ച് UPI, IMPS പോലുള്ള സംവിധാനങ്ങളിലൂടെ നടക്കുന്ന വൻതുക ഇടപാടുകൾക്ക് നിയന്ത്രണം കൊണ്ടുവരുന്നതിനുള്ള നീക്കമാണ് പുരോഗമിക്കുന്നത്. ഉപഭോക്താക്കളുടെ സാമ്പത്തിക സുരക്ഷ ശക്തിപ്പെടുത്തുക എന്നതാണ് പ്രധാന ലക്ഷ്യം. ഇതിന്റെ ഭാഗമായി കൂളിംഗ് ഓഫ് പീരീഡ് എന്ന സംവിധാനം അവതരിപ്പിക്കുവാനുള്ള ചർച്ചകളും സജീവമായി തുടരുകയാണ്. ഡിജിറ്റൽ തട്ടിപ്പുകൾ രാജ്യത്ത് വേഗത്തിൽ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ UPI വഴിയുള്ള ചില ഇടപാടുകൾക്ക് 1 മണിക്കൂർ വരെ കാലതാമസം കൊണ്ടുവരാനുള്ള നിർദ്ദേശമാണ് പരിഗണനയിലുള്ളത്. ഈ നിർദ്ദേശം നടപ്പിലാക്കുന്നതിന് മുമ്പ് മെയ് 8 വരെ പൊതുജനാഭിപ്രായം തേടുമെന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അറിയിച്ചു. ലഭിക്കുന്ന നിർദ്ദേശങ്ങളും ആശങ്കകളും വിലയിരുത്തിയ ശേഷം മാത്രമേ ഔദ്യോഗിക മാർഗനിർദ്ദേശങ്ങൾ പ്രഖ്യാപിക്കൂ. കൂളിംഗ് ഓഫ് പീരീഡ് എന്നത് പണം അയച്ച ഉടൻ തന്നെ സ്വീകർത്താവിന്റെ അക്കൗണ്ടിലേക്ക് എത്താതെ നിശ്ചിത സമയത്തിന് ശേഷം മാത്രം ട്രാൻസാക്ഷൻ പൂർത്തിയാകും എന്ന സംവിധാനമാണ്. ഈ ഇടവേളയിൽ ഉപഭോക്താവിന് ഇടപാട് ശരിയായ വ്യക്തിയിലേക്കാണോ പോകുന്നതെന്ന് ഉറപ്പാക്കുവാനും സംശയാസ്പദമായ സാഹചര്യങ്ങളിൽ ട്രാൻസാക്ഷൻ റദ്ദാക്കുവാനും അവസരം ലഭിക്കും. റിസർവ് ബാങ്കിന്റെ വിലയിരുത്തലുകൾക്കനുസരിച്ച് മിക്ക തട്ടിപ്പുകളും ഉപഭോക്താക്കളെ അടിയന്തരമായി തീരുമാനമെടുക്കുവാൻ സമ്മർദ്ദത്തിലാക്കിയാണ് നടത്തുന്നത്. ഈ സമ്മർദ്ദം കുറച്ച് ഉപഭോക്താവിന് ചിന്തിക്കുവാൻ സമയം നൽകുന്നതിനായാണ് ഈ കാലതാമസം ഉൾപ്പെടുത്തുവാൻ ശ്രമിക്കുന്നത്. 10,000 രൂപയ്ക്ക് മുകളിലുള്ള ഇടപാടുകൾക്ക് ഈ സംവിധാനം ബാധകമാവുകയും മുതിർന്ന പൗരന്മാരുടെ വൻതുക ഇടപാടുകൾക്ക് അധിക സ്ഥിരീകരണ സംവിധാനങ്ങൾ ഉൾപ്പെടുത്തുകയും ചെയ്യുന്നതാണ് പരിഗണനയിൽ. കൂടാതെ വലിയ തുകകളുള്ള ഇടപാടുകൾ അന്തിമമായി ക്രെഡിറ്റ് ചെയ്യുന്നതിന് മുമ്പ് കൂടുതൽ പരിശോധനകൾ നിർബന്ധമാക്കുന്ന സംവിധാനവും അവതരിപ്പിക്കുവാൻ തീരുമാനമുണ്ട്.